like to welcome Malayali Association of Greater Houston President Mr. Roy C. Matthew onto the stage for the felicitation speech. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഹൂസ്റ്റൺ പ്രോവിൻസ് ചെയർപേഴ്സൺ പൊന്നപ്പിള്ള ചേച്ചി, പ്രസിഡന്റ് എസ് കെ ചെറിയ, അതുപോലെ തന്നെ എൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അഭ്യുതകാംക്ഷികൾ, ഈ വേൾഡ് മലയാളി കൗൺസിൽ നടത്തുന്ന ഗ്രീൻ വില്ലേജ് പ്രോജക്റ്റ്, അതായത് പാവങ്ങൾക്ക് തണലായി അവരെ സഹായിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിനെ ഈ ഒരു പരിപാടിക്ക് അതിൻ്റെ പ്രസിഡന്റ് എന്ന പേരിൽ ആശംസ നേരുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും ഈ സമയത്ത് പങ്കുവയ്ക്കട്ടെ. തുടർന്നും ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സംഘടനകൾ ഉണ്ടാകട്ടെ. ഈ നല്ല പ്രവൃത്തികൾ നാട്ടിലോ ഇവിടെയായാലും പാവങ്ങൾക്ക് സഹായകമാകട്ടെ. അതിനൊക്കെ സഹകരിക്കുന്ന നിങ്ങളുടെ എല്ലാ നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി അനുമോദിക്കുവാനും അതോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ അതിൻ്റെ 40ാം വയസ്സിലാണ്. അതായത് ഇതിൻ്റെ ഭാരവാഹികളുടെ അനുവാദത്തോടെ ഞാൻ ഈ ഒരു അവസരം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. ആ 40ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മളൊരു വലിയ പ്രോജക്റ്റ് എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. അതായത് നമുക്കൊരു ആസ്ഥാനം, മലയാളി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. നമുക്കൊരു ചെറിയ ബിൽഡിങ്ങും 1.5 ഏക്കർ സ്ഥലം കൂടെയാണ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ ഒരു 1.5 ഏക്കർ സ്ഥലം കൂടി വാങ്ങുവാൻ നമ്മൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനുവേണ്ടി അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്ന ഒരു ഷോ ഞങ്ങൾ മെയ് 3-ാം തീയതി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഉദാരമതികളായ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാൽ കഴിയുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നുള്ള രീതിയിൽ ചെയ്യുക. നമുക്കൊരു മലയാളി കമ്മ്യൂണിറ്റി സെൻറ്റർ വരേണ്ടത് മലയാളികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് നമ്മൾ നെഞ്ചിലേറ്റ് തന്നെ മുമ്പോട്ട് പോകണം എന്ന അഭ്യർത്ഥനയോടെ ഒരിക്കൽ കൂടി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. Thank you, Roy Chaya, for your felicitation and for the support for the community. Now, I would like to welcome Geetanjali Sabu and Crystal Tennyson for a dance performance. Crystal Tennyson and Geetanjali Sabu showcasing their distinctive dance styles, with Geetanjali Sabu performing Kuchipudi. She is a disciple of Ms. Sridevi Suresh, and Crystal performing Odyssey under guidance of Ms. Supradita Datta. तकता चमचेना छेणुता कड़ तकता चमचेना छेणुता कड़ तकता चमचेना
वीणा छेणुता कडतकता झेणा 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 वीणा छेणुता झेणुता 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 झेणु किणा झेणुता किणा झेणुता किणा झेणुता ता झेणुता 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 झेणु किणा झेणुता किणा झेणुता किणा झेणुता ता झेणुता 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 झेणु किणा झेणुता किणा झेणुता किणा झेणुता कडतकता झेणा झेणु 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 किणा झेणुता മഞ്ജുള കുന്തള മകുടം ചഞ്ചല ചില്ലി യുഗളം കഞ്ചകുടീര വിഹാരം കുഞ്ചരനാദ പരിപാലം മരന്ദ മധുരിത വേണുഗാനം മന്ദയാനം ശ്രിതജന വരദ പാരിജാതം കൃഷ്ണം കൃഷ്ണം ram tatta dinna tankadaka tarikadaka takkatta taddin tankadaka tarikadaka tham tatta dinna takkatta taddinna tankadaka tarikadaka dim tatta dinna tankadaka tarikadaka tham tatta dinna tankadaka tarikadaka dim tankadaka tarikadaka tankadaka tarikadaka dim tankadaka tarikadaka tankadaka tarikadaka tankadaka tarikadaka ഹരി കുലമണി മാനരക്ഷക നാഗകേതന കുലാന്തക മാധവ ദ്വാരകാപുരി നായക മാമവ ദാരുണ വൈരി വിനാശക കേശവ തത്തൈ തജ്ജും തൃതൃതൃതും തത്തൈ തണ്ണം തൃതൃതൃതും തത്തൈ തൈത്ത തക്കത്തിന്ത തത്തൈ തൈത്ത തക്കത്തിന്ത തത്തൈ തൈത്ത തക്കത്തിന്ത തക്കതക്രതൃതും 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 മൃദംഗജതി വിലിതം ഗതിഭേദ പാദചലനം വേണുഗാനലസിതം ആനന്ദരാസ നർത്തനം മൃദംഗജതി വിലിതം ഗതിഭേദ പാദചലനം
വേണുഗാനലസിതം ആനന്ദരാസനർത്തനം മൃദംഗജടിമിളിതം ഗതിഭേദപാദചലനം വേണുഗാനലസിതം ആനന്ദരാസനർത്തനം മൃദംഗജടിമിളിതം. താങ്ക് യു ഗീതാഞ്ജലി ആൻഡ് ക്രിസ്റ്റൽ. ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം ഫോർ ദർ വണ്ടർഫുൾ പെർഫോമൻസ്. Now I would like to welcome Ponnupilla onto the stage for the felicitation speech. So please put your hands together for Mrs. Ponnupilla ചേച്ചി onto the stage. ഹ്യൂസ്റ്റണിലെ എല്ലാവരുടെയും ചേച്ചിയാണ്. മലയാളി അസോസിയേഷൻ ചെന്നാലും അമ്പലത്തിൽ ചെന്നാലും പള്ളികളിൽ ചെന്നാലും ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ചെന്നാലും എവിടെ ചെന്നാലും എല്ലാവർക്കും സുപരിചിതയായ ഈ ചിരിച്ച മുഖത്തോടുകൂടി ഒരുമാതിരിപ്പെട്ട ഞാൻ ഇവിടെ 10-25 വർഷമായിട്ട് കാണുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഏത് സ്റ്റേജിൽ നിലവിളക്ക് കൊളുത്തുന്നിടത്തും പൊന്നുപിള്ള ചേച്ചി എന്ത് ഫംഗ്ഷനും അവിടെ കാണും തീർച്ചയായിട്ടും. ഇപ്പൊ പക്ഷേ അങ്ങനെ അധികം കാണാറില്ല. എന്നാൽ പോലും ചേച്ചിക്ക് എന്താണ് നമ്മളെ കുറിച്ച് പറയാനുള്ളത്, ഈ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. ആദ്യമായി ഈ സായം സന്ധ്യയിൽ നാം എല്ലാവരും കൂടി ഇവിടെ ഒത്തുചേർന്നാൽ അനുഗ്രഹിച്ച ജഗദീശ്വരന് നന്ദി പറയുന്നു. സംപൂജ്യരായ സദസ്യർക്കും ബഹുമാനപ്പെട്ട സ്റ്റാഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു, പിന്നെ ഗുരുവായൂരമ്പലത്തിലെ പ്രസിഡന്റ് അദ്ദേഹം പോയി. അങ്ങനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ ഒരു ചാരിറ്റി അസോസിയേഷനാണ്. അതിൻ്റെ വേരുകൾ ലോകമെമ്പാടുമുണ്ട്. ഏകദേശം 25 വർഷം മുൻപ് ഒരു ദിവസം രാവിലെ, എക്സാക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴത്തെ പ്രസിഡന്റ് എസ് കെ ചെറിയാനും റീജിയണൽ ചെയർമാനാണ് ജേക്കബ് കുടസനാട്, രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ എന്നെ വേൾഡ് മലയാളി കൗൺസിലേക്ക്. ഇതെല്ലാം ഒരു നിയോഗങ്ങളാണ്. ചെറിയാച്ചൻ ഇപ്പോൾ പ്രസിഡൻ്റാണ്. ഞാനും ചെറിയാച്ചനും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞു. വേൾഡ് മലയാളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇവിടെ എത്രയുണ്ട്, ഏത് വേൾഡ് മലയാളിയാണ്? ഞാൻ പറയും, എനിക്കൊരു വേൾഡ് മലയാളിയെക്കുറിച്ച് അറിയത്തുള്ളൂ. അതിൽ ഞാനും ചെറിയാച്ചനും കൂടെ പ്രവർത്തിക്കുന്നു. നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുക.
അതാണുള്ളതാണ്. ഇതെല്ലാം ഓരോ നിയോഗങ്ങളാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിനും രാജേഷ് ഒരു ഇന്ത്യയുടെ കണ്ടുണ്ട് സെക്രട്ടറി, നല്ല ഒരു വണ്ടർഫുൾ സെക്രട്ടറിയാണ്. എല്ലാ കാര്യങ്ങളും സമയത്തിന് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൂടെ എനിക്കും പ്രയത്നിക്കാനുള്ള ഭാഗ്യം കിട്ടി. മാത്തുള്ള വൈസ് ചെയർമാനായിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കമ്മിറ്റിയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ 85 ലക്ഷം ജീവികളുണ്ടെന്ന്. ആ നിലയ്ക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എത്രയോ പുണ്യമാണ്. നമുക്ക് ദൈവം എന്തെല്ലാം തന്നു? ആരോഗ്യമുള്ള ശരീരം തന്നു, നമുക്ക് ജോലി തന്നു, സമ്പത്ത് തന്നു, കുട്ടികളെ തന്നു, എല്ലാം തന്നു. അപ്പോൾ നമ്മൾ അല്പം നമ്മുടെ പ്രവൃത്തിയിലും ആ സമ്പത്തിൽ നിന്നും നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്തവരും നിരാലംബരമായ ആൾക്കാർക്ക് ഒരു കൈ നീട്ടിക്കൊടുക്കുക വല്ലപ്പോഴും ഒക്കെ. 2007 ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഞാനെന്ന പദം ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തി നല്ലൊരു തുക സമാഹരിച്ചു. നാട്ടിലും ഇവിടെയും ആവശ്യപ്പെട്ടവർക്കൊക്കെ കൊടുത്തു. അതുപോലൊക്കെ അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തുന്നത്. നമ്മളൊരു $50-20 ഒരു ടിക്കറ്റ് എടുക്കാൻ പറയുമ്പം മനുഷ്യർക്ക് വലിയ പ്രയാസമാണ്. ഞാനരെ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ടിക്കറ്റ് കൊടുക്കും, തന്നൊരി തന്നു, തന്നിരുന്നൊരി തന്നില്ല. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അതുപോലെ ഭാഗ്യമില്ലാത്തവരും നിരാലംബരും നിരാശ്രയമായിട്ടുള്ളവർക്ക് ഒരു കൈ നീട്ടി കൊടുക്കുക. നിങ്ങളൊക്കെ തന്ന ഡൊണേഷന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തന്ന ആ പണത്തിൻ്റെ വില വൃഥായി പോകത്തില്ല. 1-2 വീടുകൾ വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലൊക്കെ നമ്മളുടെ അല്പം സ്വല്പം ചിലവുകൾ ചുരുക്കിയിട്ട് വല്ലപ്പോഴും ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുൻപോട്ട് വരിക. അത്രേ പറയാനുള്ളൂ. അധികമൊന്നും പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ അധികം പറഞ്ഞു പോരാടിപ്പിക്കുന്നില്ല. ഈ അവസരം എനിക്ക് കിട്ടിയതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. Thank you, Ponnichila Chechi, for your generous support to the community. Now, I would like to call upon World Malayali Council Vice Chairman, Mr. Nainad Mathula, onto the stage for word of thanks. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ഇങ്ങനെയൊരു പ്രോഗ്രാം നമ്മുടെ ഇവിടുത്തെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സ്വല്പം സമയം ഒന്ന് സന്തോഷിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും നമ്മുടെ കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇങ്ങനെയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിനും നിങ്ങൾക്കൊക്കെയും കടന്നു വന്നതിൽ ഭാഗവാക്കാവുന്നതിനും ഈ ജഗദീശ്വരൻ സഹായിച്ച ഓർത്ത് ഞാൻ നന്ദിയെ അറിയിക്കുന്നു. നമ്മളെപ്പോഴും സന്തോഷിക്കണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഏത് സമയത്ത് നമുക്കതിനെ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ പർപ്പസ് എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഓടുന്നത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും കലാവാസനകൾ ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കലാകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഈശ്വരനാണ്. നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് ഈ അഖിലാണ്ടത്തെ ഈ ചരാചരങ്ങളെയൊക്കെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പൂക്കളെ, ലതകളെ, ഇടതൂർന്ന് വളരുന്ന പിന്നെ വനമേ, നമ്മൾ ചന്ദ്രാർച്ചിതമായൊരു രാത്രി, എവിടെ നോക്കിയാലും ഈശ്വരൻ്റെ മഹത്വം നമുക്ക് ഭൂമിയിൽ കാണാനും പ്രകൃതിയിൽ കാണാനും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല, കാരണം നമ്മൾ മറ്റു പല കാര്യങ്ങളിലുമാണ് നമ്മുടെ ശ്രദ്ധ. ഉദാഹരണത്തിന് ഒരു നവജാത ശിശുവിനെ അതിൻ്റെ മൃദുലമായ സ്കിന്ന്, അത് അതിൻ്റെ ആ മനോഹരമായ ദൃശ്യം, അതിൻ്റെ ആ മണം, എത്ര പേര് അത് ആസ്വദിച്ചിട്ടുണ്ട്? നമ്മൾ പലപ്പോഴും ഇതൊന്നും കാണാതെ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാതെ നമ്മൾ മറ്റെന്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ഓടുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കലാവാസനയെ അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം, അതിനെ ജ്വലിപ്പിക്കണം.
നമ്മളത് പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ ഡോക്ടേഴ്സ് ആക്കാനും എൻജിനീയേഴ്സ് ആക്കാനും ഒക്കെ ആയിട്ടുള്ള അല്ലെ IT വിദഗ്ധരാക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ അവരുടെ കലാവാസനകളെ നമ്മൾ മുരടിപ്പിച്ച് കളയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളിലുള്ള കലാവാസനകളെ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതിനെ ജലിപ്പിക്കുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ, ചടുലമായ ചുവടുകൾ വെക്കണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കാരണം ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലിം ബ്യൂട്ടീസ് ആയിരിക്കണം നമ്മുടെ കുട്ടികൾ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വയറിന് പകരം നമ്മുടെ വയർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ കാതലിക് ചർച്ച് പറയുന്നത് 7 മഹാപാപങ്ങളിലൊന്നാണ് ഗ്ലട്ടണി, അതായത് അമിതാഹാരമാണ് 7 മഹാപാപങ്ങളിലൊന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഹെൽത്ത്, ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ 2-3 പേര് ഒരു ക്ലാസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ക്ലാസ്സസ് ഫ്രീ ആണ്. അതിന് ഞങ്ങൾ കവർ ചെയ്യുന്ന വിഷയങ്ങൾ, ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്നു. കാരണം നമ്മുടെ വീടുകളിലുള്ളതായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ്, ചുറ്റുപാടും കാണുന്ന വിഷയങ്ങളൊക്കെ അവരെ വളരെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർ വിവാഹം കഴിക്കാൻ അവർ മടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യാനും ഞങ്ങളെടുക്കുന്ന ക്ലാസ്സുകൾ ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, ഹൗ ടു കീപ് പീസ് ആൻഡ് ലവ് ഇൻ ദ ഫാമിലി, ക്വസ്റ്റ്യൻസ് അബൌട്ട് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്, മാൻ ഈസ് ക്രിയേഷൻ ഓർ റെവല്യൂഷൻ, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്, ഹൗ ടു മേക്ക് എ സ്പീച്ച് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. താങ്ക്സ് പറയാൻ ആദ്യമായിട്ട് നമ്മുടെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ്, അദ്ദേഹം വരുമെന്ന് ഏറ്റിരുന്നു, വന്നില്ല. അതുപോലെ തന്നെ സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു, ജഡ്ജി സുരേന്ദ്രനും വരുമെന്ന് ഏറ്റിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ടെമ്പിൾ പ്രസിഡൻറ്റ് രാംദാസ്, ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സൊക്കെ നമ്മുടെ അഭിമാനമാണ്. തീർച്ചയായിട്ടും ജഡ്ജ് KP ജോർജ് കടന്നു പോകുന്ന സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. കാരണം അദ്ദേഹം കടന്നു പോകുന്നതായിട്ടുള്ള അത്ര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസാണ്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ സ്പോൺസേഴ്സായിട്ടുള്ള ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സ്പോൺസേഴ്സ്, ഗോൾഡ് സ്പോൺസേഴ്സ് ഷിബു, ജെയിംസ്, സുരേഷ് അവരിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിൽവർ, ബ്രോൺസ് സ്പോൺസേഴ്സ് അടുത്തതായിട്ട് സുനന്ദ ഡാൻസ് ടീം. നമ്മുടെ കുട്ടികളിലെ കലാവാസനകളെ തൊട്ടുണർത്തുന്നതിന് ഇതുപോലുള്ള ഡാൻസ് സ്കൂളുകൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനം നമ്മൾ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെ റീവ പെർഫോമൻസ് നമ്മളിവിടെ ശ്രദ്ധിച്ചു. നമ്മളെ സംഗീതത്തിൽ ആറാടിച്ചു എന്ന് പറയാം. നാദം എന്ന് പറയുന്നത് അതൊരു ഈശ്വരൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നാദം എന്ന് പറയുന്നത്. ഈ ഈശ്വരോപാസന, അതിലാണ് നമ്മൾ ഇതുപോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അത് മാറ്ററിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാകുന്നത്. മാറ്റർ തന്നെ ഈശ്വരൻ്റെ എനർജിയെ മാറ്ററായി കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ പ്രകൃതിയിൽ ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ എവിടെയും കാണുന്നത്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ഇവിടെ MCI ആൻസിയും അനിൽ ജനാർദ്ദനും രണ്ടുപേരോട് അവർ സുസ്ഥിരമായ സേവനത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാദലഹരിയിൽ നമ്മളെ ആറാടിച്ച പാട്ടുകൾ പാടി സുനിൽ പിള്ളെ ഫ്രം ചിക്കാഗോ, റോഷി ആൻഡ് റോഷൻ, സിസി, സൂസൻ, മേഴ്സി, രാമചന്ദ്രൻ, മറീന, ഇവർക്കെല്ലാം ഉള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് ഇത്രയും സമയം ക്ഷമയോടെ ഇതിൽ സഹകരിച്ച നിങ്ങളോടെല്ലാം ഉള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു. Thank you, Mr. Nainad Mathula, for your vote of thanks.
Now, we would like to recognize our gold sponsor, Mr. Sibu Varghese from Stratege Engineering and Constructions. I would like to welcome Mr. Sibu Varghese onto the stage. And Sibuna Punada Nikinudi, WMC Houston Province President Mr. S.K. Cherian, Secretary Rajesh Matthew, and also Treasurer Dennis Matthew onto the stage, please. ഒരിക്കൽ കൂടി ഞാൻ ഈ ഗോൾഡ് സ്പോൺസേഴ്സിനെ ഒന്നുകൂടി അനൗൺസ് ചെയ്യാം. ജെയിംസ് സുലൂട്ട് ഫ്രം നാഷണൽ റിയൽറ്റി ആൻഡ് ഹ്യൂസ്റ്റൺ മോർഗേജ് ഏജൻസി, സിബു വർഗീസ് ഈസ് ദ വൺ, സ്ട്രാറ്റജി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, സുരേഷ് രാമകൃഷ്ണൻ ഫ്രം അപ്ന ഡിസ്കൗണ്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് അപ്ന ബസാർ. Silver sponsors are Sandeep Theovil Perry Homes, Sam Abraham from Abraham's Oriental Rugs, Woman Thomas and Mr. M.D. Mathai, Royal Travel and Tours, Biju Lawson Travels from Dallas, Anish Joseph Associate CPA, Morris Hanna, Citywide Cemetery, Funerals and Monuments, Suman Thomas CPA, Trader Norma and Mr. Joshi Mathai from Biryani House. And the bronze sponsors? Bronze sponsors are Mr. John W. Varghese and Prasad Umen from Prompt Realty, Mr. Thomas Chellit from Texas Renovations, Mr. Jaiju Kurvala from TWFG Insurance, Mr. Jimon Rani from TWFG Insurance, Mr. Ramesh from Satya Catering, Mr. Rajanish Babu, Loan Officer and Financial Investor. Thank you all the sponsors for Thank your you all generous the support. sponsors for your kind support.